ഇപ്പോൾ ഓരോരുത്തർ ചോദിക്കും ഇവിടെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായി, എന്തുകൊണ്ട് വിനായകനോട് മാത്രം ഇങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കുന്നു. എൻ്റെ സുഹൃത്തെ, അദ്ദേഹം ആ രീതിയിൽ പറയുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കുന്നത്. നിങ്ങൾ മമ്മൂട്ടിയോട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല, മോഹൻലാലിനോട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരോട് ചോദിക്കുന്നില്ല? അതിൻ്റെ ഉത്തരവിത്രയുള്ളൂ. അവരാരും അങ്ങനെ ഇടപെടുന്നില്ല. അവരോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറും. പക്ഷേ വിനായകൻ വലിയ രീതിയിൽ റൈസായി, ഭയങ്കര പട്ടിഷോ എന്ന് തന്നെ പറയാം. നിങ്ങൾ ഇത്രയും വലിയ പട്ടിഷോ കാണിക്കുന്നു, ഇത്രയും വലിയ ഷോ കാണിക്കുന്നു, അപ്പം തിരിച്ച് നിങ്ങൾ ഈ കാണിച്ചൊക്കെ ശരിയാണെന്ന് ചോദിച്ചപ്പം ഇയാൾ റൈസായിട്ട് കാര്യമുണ്ടോ? പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ദളിതനാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ മാത്രമേ ഇങ്ങനെ ചോദിക്കുന്നുള്ളൂ. എൻ്റെ സുഹൃത്തെ, ഞാനൊരു ഉദാഹരണം പറയും. ഞാൻ റോഡിലൂടെ ഇറങ്ങുന്നു, വെറുതെ ഒരാളെ ഒറ്റ അടി അടിക്കുന്നു, കന്നമ്പളൊക്കെ സങ്കല്പിക്കുക. അപ്പം എന്നെ നാട്ടുകാർ മഞ്ഞിക്കിടും, അത് സംശയമില്ല. അതിനകത്ത് ഞാൻ ദളിതനായതുകൊണ്ട് സോറി, അദ്ദേഹം ദളിതനാണേ, ഇദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ. ഇവരൊക്കെ ആട് കാണിച്ചാലും തിരിച്ച് അതുപോലെ കിട്ടും, അങ്ങോട്ട് കൊടുക്കുന്നതിനാ ഇങ്ങോട്ട് കിട്ടുന്നേ. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തേ? ഷൈൻ ടോം ചാക്കോ ഇതുപോലെ വിവരക്കേട്. ഷൈൻ ടോം ചാക്കോയുടെ ഒരു ഇന്റർവ്യൂ കണ്ട് ഞാൻ സത്യം പറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ വളരെ സ്നേഹത്തോടെ ചോദിച്ചത്, താങ്കളാണോ അടുത്ത മുരളി എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ കയറി അങ്ങ് റൈസാവുന്നു, ഷോ കാണിക്കുന്നു. ഇവനൊക്കെ ആര്? യഥാർത്ഥത്തിൽ അയാളെ പുകഴ്ത്തിയല്ലേ ചോദിച്ചത്. അയാൾ പറയാണ് ഒരാൾക്ക് പകരം വേറൊരാളാവാൻ പറ്റില്ല, മോഹൻലാലാവാൻ പറ്റില്ല. ആയിക്കോട്ടെ സുഹൃത്ത്, എനിക്ക് പകരം ഞാനെന്ന് പറഞ്ഞ ആൾ ഞാനാണ്. ഷൈൻ ടോം ചാക്കോയാണ്. പക്ഷേ അവർ ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു മുരളിക്ക് പകരം ഒരു ആളാണോ എന്നാണ് താങ്കളെ ആ ഒരു രീതിയിലാണ് ചോദിക്കുന്നത്. ഇപ്പം രജനീകാന്തിന് പകരം രജനീകാന്തിൻ്റെ സ്ഥാനം ദളപതി വിജയ്ക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ, രജനീകാന്ത് അഭിനയിക്കുന്ന പോലെ സ്റ്റൈലിഷ് ആയിട്ട് വിജയ്ക്ക് അഭിനയിക്കാൻ പറ്റുമോ? രജനീകാന്ത് അഭിനയിക്കുന്ന എന്തെങ്കിലും വിജയ്ക്കുണ്ടോ? വിജയ്ക്ക് അഭിനയിക്കുന്ന എന്തെങ്കിലും ദയനീയന്നുണ്ടോ? പക്ഷേ അത് ചോദ്യത്തിൻ്റെ അർത്ഥം ഷൈൻ ടോം ചാക്കോ മനസ്സിലാക്കണം. ഇദ്ദേഹമൊക്കെയാണ് ഇവിടുത്തെ താരങ്ങളായിട്ട് നിൽക്കുന്നത്.